അയാളെ പോലത്തെ ഒരാളെ കൂടെ ഞാൻ ചർച്ചയ്ക്ക് തയ്യാറില്ല. ഞാനത് ചോദിക്കരുതായിരുന്നു. ഒരു കാര്യം ചെയ്യാം, നാളെ മുതൽ BBC-യുടെ റിപ്പോർട്ടറെ കൊണ്ട് ഇരുത്താം സംവാദത്തിൽ. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? അതുകൊണ്ട് എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നത് അങ്ങനെ പതുക്കെ പോയി. ഇപ്പോ ഒ അബ്ദുള്ളയിലെ തീവ്രവാദി പൊടുന്നനെ അങ്ങ് ചാടിയിരിക്കുകയാണ്. അല്ല, അദ്ദേഹം പറയട്ടെ. താങ്കൾക്ക് പറയാനുള്ളതൊക്കെ പൂർത്തിയായല്ലോ. താങ്കൾ ഇനി അവിടെ ഇരുന്ന് കള്ളം പറയാതെ ദയവ് ചെയ്ത് പ്ലീസ് ഡോക്ടർ ആരിഫ് ഹുസൈൻ പറയുന്നത് കേൾക്കൂ. കാറ്റും വെയിലും കൊള്ളാതെ ഇവനെ സംരക്ഷിക്കാനാ അമേരിക്കയിലെ തന്തയും തള്ള എന്നെ ഏർപ്പാടാക്കിയത്. ഇപ്പോഴിതാ സകല തരികിടയ്ക്ക് ഞാൻ ആ കൂട്ട്. അയാളെ പോലത്തെ ഒരാളെ കൂടെ ഞാൻ ചർച്ചയ്ക്ക് തയ്യാറില്ല. ആരിഫ് ഹുസൈൻ ഒരു കാര്യം ചെയ്യാം, നാളെ മുതൽ BBC-യുടെ റിപ്പോർട്ടറെ കൊണ്ട് ഇരുത്താം സംവാദത്തിൽ. ഞാനൊരു അബ്ദുള്ള പോകുന്നതിന് മുന്നേ ദയവായിട്ട് എന്തായാലും അബ്ദുള്ള പറഞ്ഞത് പ്രകാരം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഒരാൾ പോലും മരിച്ചിട്ടില്ല. അവിടെ മരിച്ച ഹിന്ദുക്കളുടെ എണ്ണം 0 ആണ് എന്ന് പറഞ്ഞതുകൊണ്ട്, 0 എന്ന് പറഞ്ഞാൽ 0 ആയതുകൊണ്ട് ഞാൻ അബ്ദുള്ളയെ ഇനി മുതൽ 0 അബ്ദുള്ള എന്ന് തന്നെ ഞാൻ വിളിക്കുകയുള്ളൂ. അദ്ദേഹം ആ 0 അല്ല, അവിടെ ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്ന അന്ന് ഞാൻ അബ്ദുള്ള എന്ന് വിളിക്കും. ഓക്കെ, എന്തായാലും അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും നേരെയാണ്. അദ്ദേഹം BBC പഠിച്ച് വലിയ കുട്ടിയാവട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പോട്ടെ, ഏതായാലും ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അബ്ദുള്ളയെ പോലെയുള്ള ആളുകൾ മിതമായിട്ട് തുടങ്ങി ഇതുപോലെ തീവ്രമായിട്ട് വരുന്നു എന്നുള്ള തോന്നൽ നിങ്ങൾക്കാണ്. എനിക്കതില്ല. കാരണം ഈ തക്കിയ കണ്ടു തന്നെയാണ് നമ്മൾ ഇതൊക്കെ ശീലിച്ചതും മനസ്സിലാക്കിയതും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള സത്യസന്ധമാരെ കണ്ടുകിട്ടാൻ പാടില്ല. അതായത് തങ്ങൾക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിൽ മതേതരവാദിയാകും, ജനാധിപത്യവാദിയും, വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളും, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളും, എല്ലാം അവിടെ നിലകൊള്ളും. അതേസമയം തങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്തെത്തിയാൽ അവിടെ പിന്നെ ജനാധിപത്യം വേണ്ട, അവിടെ പിന്നെ മതേതരത്വം വേണ്ട, അവിടെ പിന്നെ വസ്ത്ര സ്വാതന്ത്ര്യം വേണ്ട, അവിടെ ഇസ്ലാമിക നിയമം മതി, അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം വേണ്ട, അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പകരം ഇസ്ലാമിക നിയമം മതി, നിങ്ങൾക്ക് മതം വിട്ടവനെ കൊല്ലാം എന്നുള്ളതടക്കമുള്ള നിയമങ്ങൾ ഇവിടെ നമ്മളിവിടെ അവിടെ ഇതേപോലെ മുഹമ്മദ് നബിയെയും ഇസ്ലാമിനെയും വലിച്ചഴക്കുന്നത് ആരാണ്? ഞാനല്ലല്ലോ. ഇവിടെ ഇങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് മറുപടി വരും. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് നമ്മളെപ്പോഴും പറയുള്ളൂ. ഇവിടെ ഇതൊന്നും പരാമർശിക്കേണ്ട ഒരു ആവശ്യമില്ലാത്തോടത്ത് നിങ്ങൾ പച്ചയായിട്ട് മൗദൂദിയെ കൊണ്ടുവന്ന് അതിനെ വെളുപ്പിക്കാൻ നോക്കുന്നു. ആ രീതിയിൽ മൗദൂദി ഇങ്ങനെ പാകിസ്ഥാൻ എതിരാണെന്നൊക്കെ പറഞ്ഞു വെച്ച് ഇതേപോലെ പറഞ്ഞു വെക്കുമ്പോൾ ഞാൻ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞു എന്താണ് മൗദൂദി ഉദ്ദേശിച്ചത്. മൗദൂദി പാകിസ്ഥാൻ എതിരായി നിന്നതിന്റെ കുറച്ചും കൂടി കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മൗദൂദി പറഞ്ഞത് ഒന്ന്, നിങ്ങൾ ഇങ്ങനെ ഇസ്ലാമിൽ രാജ്യ അതിർത്തി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. ഇസ്ലാമിൽ രാജ്യ അതിർത്തി എന്ന് പറയുന്നത് ഞാൻ സംസാരിക്കാം. അതേസമയം നിങ്ങൾ നിൽക്കുന്ന ഇടം ഏതാണോ അത് ഇസ്ലാമികവൽക്കരിക്കുക എന്നതാണ് ഇസ്ലാമിന്റെ രീതി എന്ന് പറഞ്ഞാണ് മൗദൂദി മാറി നിന്നത്. ഒന്നത്. രണ്ടാമത്തേത്, മൗദൂദി പറഞ്ഞു ഇങ്ങനെ ഒരു പാകിസ്ഥാനായി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും തന്നെ ഇസ്ലാമിക നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് വരുന്ന ഒരു പാകിസ്ഥാൻ ആയിരിക്കില്ല. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഇസ്ലാമിക രാജ്യമാണ്, അതിനുവേണ്ടിയാണ് നമ്മൾ നിലകൊള്ളേണ്ടത്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പാകിസ്ഥാനോടൊപ്പം ഇല്ല എന്ന് പറഞ്ഞു നിന്നു. ഞാൻ നിനക്ക് ശക്തമായിട്ട് കുറച്ച് ഉപദേശം തരാൻ പോവാ. എന്നിട്ട് പിന്നെ അവസാനം പാർട്ടീഷൻ വന്നു കഴിഞ്ഞപ്പോ അവിടെ പാകിസ്ഥാനിൽ ഇസ്ലാമിക ഭരണമാക്കാൻ, അതായത് ഇസ്ലാമിക റിപ്പബ്ലിക് ആക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ചരട് വലികൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ പറയുന്ന മൗദൂദി. ഈ മൗദൂദിയാണ് ഇവിടെ വെളുപ്പിച്ചത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പിന്നെ 1971 യുദ്ധത്തിൽ പാകിസ്ഥാൻ അവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാര് ഇപ്പുറത്ത് ഹിന്ദുക്കളെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുമ്പോ അതിന് ഒത്താശ ചെയ്ത ആളുകളാണ് ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി.